47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കമാവുകയാണ്. ആദ്യ ഊഴത്തേക്കാൾ കൂടുതൽ ശക്തനായാണ് ട്രംപ് പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തുന്നത്. ട്രംപിന്റെയും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും രാഷ്ട്രീയ ജീവിതത്തിലേക്കാണ് ഇനി. ഏതു വിധേനയും വിജയിക്കുക, വിജയത്തിനായി ഏതറ്റം വരെയും പോരാടുക. അച്ഛനിൽ നിന്ന് പഠിച്ച ജീവിത പാഠങ്ങൾ 70കളുടെ അവസാനത്തിലും മുറുകെ പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കൂടുതൽ കരുത്തനായാണ് രണ്ടാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത്. ഫ്രെഡ് ട്രംപിന്റെയും മേരി ആൻ മക്ലിയോഡിന്റെയും 4ാമത്തെ മകനായി 1946 ജൂലൈ 14 ന്യൂയോർക്കിലെ ക്യൂൻസിൽ ജനനം. അമേരിക്കയിലെ പ്രമുഖ ബിസിനസ് സ്കൂളായ വാർട്ടണിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം, തുടർന്ന് ബിസിനസ്സിലേക്ക്. ബിസിനസ്സിൽ തിരിച്ചടികൾ നേരിട്ട ട്രംപിന്റെ കമ്പനികളെ 6 തവണ പാപ്പരായി പ്രഖ്യാപിച്ചു. 2004 സംപ്രേഷണം തുടങ്ങിയ അപ്രന്റിസ് എന്ന TV പരിപാടിയിലൂടെ ട്രംപ് പ്രശസ്തിയിലേക്ക് ഉയർന്നു. കുടിയേറ്റ വിരുദ്ധത, അമേരിക്ക ഒന്നാമത് എന്നീ നിലപാടുകൾ മുൻനിർത്തി നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ ഗോതയിലേക്ക് ട്രംപ് വഴിവെട്ടി. കുടിയേറ്റം തടയാൻ മെക്സിക്കൻ അതിർത്തിയിൽ കൂറ്റൻ മതിൽ നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനം ജനം സ്വീകരിച്ചു. 2016 ഹിലരി ക്ലിന്റനെ തറപറ്റിച്ച് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി. 2021 പരാജയം അംഗീകരിക്കാതെ അനുയായികളെ ഇളക്കിവിട്ട് ക്യാപിറ്റോളിൽ പ്രക്ഷോഭം നടത്തിയ ട്രംപിന് മേൽ ഒന്നിനു പിറകെ ഒന്നായി കുറ്റങ്ങൾ ചാർത്തപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണക്കാലത്ത് 2 വധശ്രമങ്ങളെ അതിജീവിച്ച ട്രംപിനെ വീഴ്ത്താൻ കമല ഹാരിസിന്റെ ജനപ്രീതി മതിയാകുമായിരുന്നില്ല. 3 പതിറ്റാണ്ടിനിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക്. സമ്പന്നതയിൽ വളർന്ന ട്രംപിന്റെ നേർവിപരീതമാണ് പുതിയ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഒഹായോയിലെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ജീവിത വിജയം ഭരിച്ച ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് വാൻസ് പ്രശസ്തിയിലെത്തുന്നത്. US മറീൻ കോർപ്പസിൽ സൈനികനായി സേവനമനുഷ്ഠിച്ചു. യാഥാസ്ഥിതിക റിപ്പബ്ലിക്കൻ രാഷ്ട്രീയക്കാരനായി അറിയപ്പെടുന്ന വാൻസ് ആദ്യകാലത്ത് കടുത്ത ട്രംപ് വിരുദ്ധനായിരുന്നു. 2021 മലക്കം മറിഞ്ഞ് ട്രംപ് പക്ഷത്തെത്തിയ വാൻസ് തൊട്ടടുത്ത വർഷം US സെനറ്റിലെത്തി. ആന്ധ്രാപ്രദേശിൽ വേരുകളുള്ള ഇന്ത്യൻ വംശജ ഉഷയാണ് വാൻസിന്റെ ജീവിത പങ്കാളി. റിസർച്ച് ഡെസ്ക് 24.